അപ്പൊ നമ്മുടെ ആന്ധ്ര സ്റ്റൈലില് ഒരു ബജി ഉണ്ടാക്കിയാലോ? ഇങ്ങനെ സ്റ്റഫ് ചെയ്തിട്ട് കിടലാവില്ലേ? ഇപ്പൊ നോർമൽ ബജിയുടെ റെസിപ്പി എന്റെ ചാനലിൽ എടുപ്പുണ്ട്. പക്ഷെ ഇത് ആന്ധ്ര സ്റ്റൈൽ സ്ട്രീറ്റ് ഫുഡ് ബജി. സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഈ റെസിപ്പി ഉപയോഗിച്ച് നമുക്കൊരു 15 ചില്ലി വരെ ഉണ്ടാക്കാം കേട്ടോ, നമ്മുടെ ബജി ആന്ധ്ര സ്റ്റൈൽ. അപ്പം അതിന് വേണ്ടത് 2 കപ്പ് ബേസിൻ്റെ ഫ്ലവർ ഒരു ബോളിലേക്ക് ഇടാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടാം ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ നമ്മുടെ കായം 1/2 ടീസ്പൂൺ, 2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ അജ്വൈൻ, 1/2 ടീസ്പൂൺ മഞ്ഞൾ. ഇതെല്ലാം ആയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒറ്റയടിക്ക് ചേർക്കരുത്, കുറച്ചേശ്ശെ ചേർത്ത് ഇങ്ങനെ ലംസ് ഒന്നും ഇല്ലാണ്ട് നല്ല അടിപൊളി സ്മൂത്ത് അത്യാവശ്യം നല്ല തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതേപോലെ. അത് കഴിഞ്ഞ് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ചേർക്കാം കേട്ടോ. എൻ്റെ മുന്നിൽ ചേർക്കരുത്, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. നമുക്ക് ഇനി എൻ്റെ സ്റ്റഫിങ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു ബോളിലേക്ക് നന്നായിട്ട് കുരുകുര ചോപ്പ് ചെയ്ത സബോള, കുറച്ച് മല്ലിയില, കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവിന് വേണ്ടി കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം കേട്ടോ. അതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് സൈഡിലേക്ക് വെച്ചേക്കാം. ഇനി നമുക്ക് നമ്മുടെ ബജി റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ബജി മുളകാണ് അതിന് വേണ്ടത്. പിന്നെ ഓയിൽ വെക്കുക. ഓയിൽ ചൂടായോന്ന് നോക്കാം. നമ്മൾ ഇതേപോലത്തെ 15 ബജി മുളകാണ് നമ്മളിവിടെ ഉപയോഗിക്കണേ. നമ്മുടെ ബാറ്ററിലേക്ക് ഇടാം. അത് നന്നായിട്ട് അങ്ങോട്ട് കോട്ട് ചെയ്യാതെ ഇതേപോലെ ഫുള്ളായിട്ട് നന്നായിട്ട് കോട്ടാവണം. നല്ല ചൂടുള്ള ഓയിലിലേക്ക് അത് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഹൈ ഹീറ്റിൽ എപ്പോഴും എണ്ണ വയ്ക്കുക, എണ്ണ കുടിക്കാണ്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും നല്ല ക്രിസ്പായിട്ടും ക്രഞ്ചി ആയിട്ടും നല്ല ഫ്രൈ ആയിട്ട് വരും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഓയിൽ കളഞ്ഞ് ഡ്രെയിൻ ചെയ്ത് പുറത്തെടുത്ത് വയ്ക്കുക. നമുക്ക് സ്റ്റഫ് ചെയ്യാം. നമ്മുടെ സ്റ്റഫിങ്ങും റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇപ്പം സ്റ്റഫ് ചെയ്യാനായിട്ടുള്ള പരിപാടികൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് അങ്ങോട്ട് സ്ലിറ്റ് ചെയ്യുക. ഇതേപോലെ ഫുള്ളായിട്ടല്ല, അതിൻ്റെ ഒരു ഭാഗം മാത്രം അത് ഓപ്പൺ ചെയ്ത് ആ ഓപ്പണിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സ്റ്റഫിങ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. സാധനം റെഡി. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. 4 മണിക്ക് ഒരു അടിപൊളി സ്നാക്കാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ബജി റെഡിയായി. ഇനി എന്നിട്ട് പരിപാടി ഇങ്ങനെ ഇടും. ക്രിസ്പിനെസ്സും ആ മുളകിന്റെ ആ സ്വീറ്റ്നെസ്സും ഒരു എരിവും പിന്നെ നമ്മുടെ സബോളയൊക്കെ വരുമ്പോ ഇതൊന്നൊന്നര സാധനമാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. ബൈ. അപ്പൊ ഇതോ നോക്കണേ. ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.